സത്യം ചെയ്തിട്ട് പറയുകയാണ്, അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുകയാ, ഈമാനുള്ളവരെ, മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവരെ, അല്ലാഹു സത്യം ചെയ്തിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, അതാ ഈ ഉമ്മത്തിനെ ആരാണോ പീഡിപ്പിക്കുന്നത്, ഈ ഉമ്മത്തിനെ ആരാണോ വേദനിപ്പിക്കുന്നത്, ആ വേദനിപ്പിക്കുന്നവരെ അല്ലാഹു വെറുതെ വിടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്ക മുസ്ലിമേ, ഇനിയെങ്കിലും മനസ്സിലാക്ക മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പറയുന്നത്, അല്ലാഹയല്ലേ പറഞ്ഞത്, എന്റെ അടിമകളെ ആരാണ്, എന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, എന്റെ ദീനിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, മുസ്ലിമിനെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, മുസ്ലിമിനെ ആരാണോ ആക്രമിക്കുന്നത്, മുസ്ലിമിനെ ആരാണോ പീഡിപ്പിക്കുന്നത്, അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹു പിന്നീടുള്ള ആയത്തില് അല്ലാഹു ചോദിക്കുകയാ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദില്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് ആദ് സമുദായത്തിന്റെ ചരിത്രം അറിയില്ലേ? ആദ് സമുദായത്തിന്റെ ചരിത്രം അറിയില്ലേ? ആദെന്ന് പറയുന്ന സമുദായം തെങ്ങുകളോളം വലിപ്പമുള്ളവരാണ്, തെങ്ങിനോളം നീളമുണ്ടായിരുന്നു ആദ് സമുദായത്തിന്. പടച്ചവനെ അല്ലാഹുവേ, അവർ വല്ലാതെ ആരോഗ്യവാന്മാരായിരുന്നു. അവരെ പോലെ ഒരു വിഭാഗത്തെ പിന്നീട് അല്ലാഹു പടച്ചിട്ടില്ല. ആദെന്ന് പറയുന്ന ഒരു സമുദായം, സമൂഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു. തെങ്ങിനോളം വലിപ്പമുണ്ടായിരുന്നു അവർക്ക്, വല്ലാത്ത ആരോഗ്യം. അതുപോലെ ഒരു സമുദായത്തെ പിന്നെ അല്ല പടച്ചിട്ടില്ല. അവരെന്തായിരുന്നു? എത്ര അക്രമം കാണിച്ച്, അവരെന്തെല്ലാം കാണിച്ചു. അങ്ങനെ അക്രമങ്ങൾ കാണിക്കാൻ അവർ തയ്യാറായപ്പോ അല്ലാഹു അവരെ തകർത്ത് കളഞ്ഞില്ലേ? അല്ലാഹു ചോദിക്കുന്നു, സമൂദ് ഗോത്രം എന്ത് പറ്റി? സമൂദ് എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരുടെ ഈ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു മൂന്നാമത് ചോദിക്കുന്നു, ഫിറഔൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. വഫിറഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അല്ലാഹു ചോദിക്കുക, എന്തേ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തത്? ചരിത്രം എന്ന് പറയുന്നത് ആവർത്തിക്കാനുള്ളതാ സഹോദര. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, വഅമ്മാമൻ പരിശുദ്ധമായ ഖുർആൻ, വഅമ്മാ ആദുൻ ഫൗഹ്ലികു ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹാ അലൈഹിം. ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദ് എന്ന് പറയുന്ന സമൂഹത്തിന് അല്ലാഹു കൊടുങ്കാറ്റടിച്ചില്ലേ? ഈ കൊടുങ്കാറ്റ് ഒരാഴ്ചയോളം 7 ദിവസം പകലും രാത്രിയും 8 രാത്രികളുമായിട്ട് ഇങ്ങനെ അല്ലാഹു കൊടുങ്കാറ്റടിച്ചു. തണുപ്പുള്ള കൊടുങ്കാറ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈന്തപ്പന മരങ്ങൾ പിഴുതു വീഴുന്നത് പോലെ ആദ് സമുദായം ചത്തൊടുങ്ങിയില്ലേ? ഖുർആൻ ചോദിക്കുക. സമൂദ് ഗോത്രം ദുരന്തങ്ങൾ ഉണ്ടായാൽ അല്ലാഹു ആദ് എന്ന് പറയുന്ന സമുദായത്തെ കൊടുങ്കാറ്റ് കൊടുത്തിട്ട് അല്ലാഹു നശിപ്പിച്ചത്. അതുകൊണ്ട് ഇവന്മാര് കൊടുങ്കാറ്റടിച്ച് നാശമുണ്ടാകാതിരിക്കാൻ വലിയ പാറയ്ക്കകത്ത് വീടുണ്ടാക്കി, പാറ തുരന്നിട്ട് അതിനകത്ത് വീടുണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് കയറി താമസിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു ഭയാനകമായ ശബ്ദം കൊടുത്തില്ലേ? അവസാനം മയ്യത്ത് പോലും കുടിച്ചിടാൻ ആളില്ലാതെ ആ പാറയ്ക്കകത്ത് കിടന്നിട്ട് ഗോത്രം മുഴുവനും ചത്തൊടുങ്ങിയില്ലേ സഹോദര? എടോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് മൂസ നിന്റെ റബ്ബാണെങ്കിൽ എന്റെ ഭൂമിയിൽ ഞാൻ തീരുമാനിക്കണം ഈ മഴ ഇവിടെ വന്ന് വീഴണമെങ്കിൽ ഇതെന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ ഫിറഔൻ നാട്ടിൽ കടന്ന് കരയിൽ കടന്ന് വിഭജിച്ചിട്ട് കൊതി വരാതെ കടലിൽ പോയി കടന്ന് വിഭജിച്ചവനാ ഫിറഔൻ. ആ ഫിറഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്ന ചരിത്രം ഖുർആൻ പറയുന്നില്ലേ സഹോദര? ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ, ചരിത്രങ്ങൾ ആവർത്തിക്കാനുള്ളതാ. എടോ, അഹങ്കരിച്ച ഒരാളും ഇന്ന് വരെ നേരെയായ ചരിത്രമില്ല സഹോദര. ഈ തെരഞ്ഞെടുപ്പ് അതല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്തൊക്കെയായിരുന്നു സുബ്ഹാനല്ലാഹ്, ഭരണഘടന തിരുത്തണം, എന്തൊക്കെയായിരുന്നു സഹോദര? നമ്മൾ എന്തേ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാത്തത്? ഭരണഘടന തിരുത്തണമെന്ന് പറഞ്ഞവരെ ജനങ്ങൾ തിരുത്തിയത് ഞാനും നിങ്ങൾ കണ്ടതല്ലേ?
ജനങ്ങളല്ലേ തിരുത്തിയത്, നമ്മളല്ലല്ലോ. ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ ജനങ്ങൾ തിരുത്തുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടില്ലേ? എന്റെ പൊന്നാര സഹോദര, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് എന്ന സ്ഥലത്തല്ലേ ഇവര് ക്ഷേത്രം പണിതത്. എന്നിട്ട് അതൊക്കെ വലുതായി പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ. ആ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ട്, അവരെ അറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്ന സ്ഥാനാർത്ഥി പോലും തോറ്റുപോകേണ്ട സാഹചര്യം വന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം പോയി വിവാദ പ്രഭാഷണങ്ങൾ നടത്തി അവിടെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത്. നിങ്ങൾ അരിച്ചുവയ്ക്ക്. ഇപ്പൊ പടച്ചവൻ ആരുടെയെങ്കിലും സഹായം ഉണ്ടെങ്കിലല്ലേ ഒന്ന് കയറാൻ പറ്റുള്ളൂ. എന്തേ നമ്മൾ ചിന്തിക്കാത്തത്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടണേ? അല്ലയല്ലേ പറഞ്ഞ് നമ്മളെ സഹായിക്കുമെന്ന്. അള്ളാഹുവല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ആരെയും ഭയപ്പെടണം, അള്ളാഹിനെ ഭയപ്പെട്ടാ പോരെ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ഭയന്ന് ജീവിക്കണോ, പാഠങ്ങൾ ഉൾക്കൊള്ളണോ, ഈമാനോട് കൂടി ജീവിക്ക്. അൽഹംദുലില്ലാഹ്, ഇസ്സത്തോടു കൂടി ജീവിക്ക്. അള്ളാഹിനെ ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോ അള്ളാഹ് നമ്മളെ സഹായിക്കും. അള്ളാഹ് പറയുന്നത് അനുസരിക്കാത്ത കാലത്തോളം പടച്ചവൻ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. നമ്മൾ ഇവിടെ മഹാന്റെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയത്. നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു മഹാന്റെ ആണ്ട് നേർച്ചയല്ലേ. ആരാ മഹാനാരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അല്ലാഹ് പറയാ അലാ ഇന്ന ഔലിയാ അല്ലാഹ്. എന്നിട്ട് അല്ലാഹു അവരുടെ ഗുണം പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം. അവർക്ക് അല്ലാഹനെ അല്ലാതെ വേറെ ആരെയും പേടിയില്ല. ആരാ? നമ്മളൊരു മഹാന്റെ പേരിൽ ഒരുമിച്ച് കൂടിയവരാ. അല്ലാഹ് ഇവരെ കുറിച്ച് പരിചയപ്പെടുത്തിയത് അവർക്ക് അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം. ഭയം എന്ന് പറയുന്നത് പടച്ച റബ്ബിനെ അല്ലാതെ ഇവർക്ക് വേറെ ആരെയും ഭയമില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവും ഇല്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു സങ്കടം ഒന്നുമില്ല സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ അല്ലാഹ് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇലക്ഷൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക സഹോദര, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുക. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, എന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാൻ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. ഭർത്താവ് അല്ലാഹനെ പേടിയുള്ള മനുഷ്യനാകണം. നിന്നെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ഭാര്യക്ക് 1000 നാവായിരിക്കണം. ഓള് പറയണം, എന്റെ ഇക്ക ഏത് പാതിരാത്രി വന്ന് കിടന്നാലും തഹജ്ജുദ് നിസ്കരിക്കും. ഒരു ഭാര്യ എപ്പോഴും നല്ലത് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ നല്ല, നിന്റെ ഇക്കാന്നൊന്നും വിളിക്കത്തില്ലല്ലോ. ഇപ്പൊ ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നത് പേരാ. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ വിളിച്ചത് എടാന്നാ വിളിക്കണത്. എടാ അതിങ്ങെടുക്കട, എടാ ഇങ്ങട, എടാ വാടാ പോടാന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം. പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കാറുണ്ട്. അത് ഹറാമാണെന്നോ പാവാണെന്നല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പെങ്ങളെ, നീ നിന്റെ വാപ്പാനെ വിളിക്കുന്നത് എന്താ? വാപ്പാന്നാണോ വാപ്പയുടെ പേരാണോ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനമുണ്ട്, ഉമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, ഭർത്താവിനൊരു സ്ഥാനമുണ്ട്, ഗുരുനാഥനൊരു സ്ഥാനമുണ്ട്. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. എന്റെ പേര് സിറാജ് എന്ന, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പാന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? എന്താ വിളിക്കണ്ടേ? ഇവിടെ ഓരോരുത്തർക്കും ഭർത്താവല്ലേ പെണ്ണെ, നിന്റെ ഭർത്താവല്ലേ, നിനക്കൊരു ജീവിതം തന്ന മനുഷ്യനല്ലേ, വലിയ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിന്. നീ ബഹുമാനിക്കാൻ പഠിക്കും നിന്റെ ഭർത്താവ്. പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവിനെ വിളിക്കുന്നത് തന്നെ എന്താ? നിങ്ങള് ഇങ്ങനെയൊക്കെ വിളിക്കുക. നിങ്ങള്, കുട്ടികളുടെ ഉപ്പ, എടാ വാടാ പോടാന്ന് വിളിക്കുന്ന സഹോദരി. ബഹുമാനിക്കണം ഭർത്താവിനെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുക, എന്റെ ഭർത്താവ് അല്ലാഹനെ പേടിയുള്ള ഒരു മനുഷ്യനാ. നമ്മൾ അങ്ങനെയാകാൻ തീരുമാനിക്കുക സഹോദര. നമ്മൾ അങ്ങനെയാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുന്നത്, നിനക്ക് സ്വർഗത്തിൽ പോകണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭർത്താവ് തീരുമാനിക്കണം. നിന്നെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നല്ലത് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ബനൂ മുസ്തലഖ യുദ്ധം കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും മടങ്ങി വരുമ്പോ അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ യുദ്ധത്തിൽ നബി തങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ യാത്രയാണ്. യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലമെത്തിയപ്പോ മലമൂത്ര വിസർജനം നടത്തണമല്ലോ. അതാ നബിയും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ട്. ആദ്യം ആയിഷ ബീബിയെ പറഞ്ഞു വിട്ടു. ആയിഷ ബീബി തന്റെ ആവശ്യ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞു മടങ്ങി വന്ന് വാഹനത്തിൽ കയറി. നബി തങ്ങൾ കണ്ടു
സഹാബത്ത് കണ്ടു, എല്ലാവരും കണ്ടു ആയിഷ ബീവി വാഹനത്തിന്റെ മുകളിൽ കയറുന്നത്. അത് കഴിഞ്ഞപ്പോ ആണുങ്ങളെ പോകാൻ പറഞ്ഞു. സഹാബത്ത് മുഴുവനും അവരുടെ ആവശ്യങ്ങളുമായി കടന്നുപോയി. പടച്ചവനെ കുറച്ചു സമയം കഴിഞ്ഞു, ആണുങ്ങൾ മടങ്ങി വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആലക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി വിചാരിച്ചു ഓടിച്ചെന്ന് എടുത്തുകൊണ്ടുവരാ. ആയിഷ ബീബി റളിയല്ലാഹു തആല ആരോടും പറയാതെ പെട്ടെന്ന് വാഹനത്തിന്റെ മുകളിൽ നിന്ന്, ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് മാലയും തെരഞ്ഞു പോവുകയാണ്. ആയിഷ ഇറങ്ങിയതോ പോയതോ ഒരാളും കണ്ടില്ല. പടച്ചവനെ, അങ്ങനെ ആണുങ്ങൾ എല്ലാവരും തിരിച്ചു വന്നു. ആയിഷ ബീവി കേറുന്നത് കണ്ടതാണ്. അതുകൊണ്ട് നബിയും സ്വഹാബത്തും ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടർന്നു. അങ്ങനെ നബിയും സ്വഹാബത്തും പോയടോ. ആയിഷ ബീവി റളിയല്ലാഹു തആല തിരിച്ചു വന്നപ്പോ നബിയും സ്വഹാബത്തും പോയിരിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരുന്നത്. സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അത് എടുത്തുകൊണ്ട് വരാൻ ഏറ്റവും പുറകിൽ വരുന്ന സ്വഹാബിയാണ്. സഫ്വാൻ നോക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ. വഴിയോരത്തൊരു പെണ്ണിരുന്ന് ഹിജാബ് ഇട്ടുകൊണ്ട് കരയുകയാണ്. അറിയില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, ആരാ നിങ്ങളാരാ, നിങ്ങളാരാ? സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാണ്. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. സഫ്വാൻ തങ്ങളെ പറഞ്ഞു ഇന്നാ ലില്ലാഹി. ചാടി ഇറങ്ങുകയാണ്. കേറുമ്മ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷയാണെന്ന് പറയുമ്പോ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മ. ഈ സഫ്വാൻ കയറ് പിടിച്ച് മുമ്പിൽ നടക്കാമുമ്മ. അങ്ങനെ അല്ലാഹുവേ, വേറെ വഴിയില്ലാതെ ആയിഷ ബീബി അതിന്റെ മുകളിൽ കയറുകയാ. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറ് പിടിച്ച് നടക്കുകയാണ്. പഠിക്കണം പെങ്ങള്, പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തുകയാണ്. എല്ലാവരും വല്ലാത്ത ടെൻഷനിലാണ്. ആയിഷയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കട്ടകത്തിന്റെ കയറ് പിടിച്ചു നടക്കുകയാ. ആയിഷ ബീവി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു. ആയിഷ ബീവി നടന്നതെല്ലാം കരന്നുകൊണ്ട് പറഞ്ഞു, സംഭവിച്ചതെല്ലാം പറഞ്ഞു. പ്രവാചകൻ ആയിഷാനെ സമാധാനിപ്പിക്കുകയാണ്. അവസാനം അവിടെ നിന്ന് യാത്ര തുടരുമ്പോ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നടോ. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ചെറുപ്പക്കാരാണ്, ഒരുപാട് സമയം ഒറ്റയ്ക്ക് വന്നവരാണ്. എന്തെങ്കിലുമൊക്കെ നടന്നു കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാനെയും ആ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടങ്ങ് പറയാ തുടങ്ങി, സഹോദരാ, പടച്ചവനെ, മദീന മുഴുവനും പടരുകയാണ്, മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. അറിഞ്ഞവരെ ഷെയർ ചെയ്യുകയാണ്. പടച്ചവനെ, പലരും വിശ്വസിച്ചടോ, പലരും വിശ്വസിച്ചടോ. കാരണം എന്താണ് വിശ്വസിക്കാനുള്ള കാരണമെന്നറിയോ?
അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പോയവരാ പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണിത് പറഞ്ഞു തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എവിടെ നോക്കിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ച്, സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച്. നിങ്ങൾ ആ സഹാബിയെ കുറിച്ച് ചിന്തിക്കണോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വഴിയോരത്തിരിക്കുമ്പോ ആരാണെന്ന് ചോദിക്കുമ്പോ ആയിഷയാണെന്ന് പറഞ്ഞപ്പോ എന്തു പറ്റി എന്ന് പോലും ആ ചെറുപ്പക്കാരൻ ചോദിച്ചില്ല. ഉമ്മ എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയതെന്ന് പോലും ആയിഷ ബീവിയോട് ചോദിക്കാത്ത സഹാബി. ആ സ്വഹാബിയെയും ചേർത്ത് വെച്ചിട്ട് നാട് മുഴുവനും ചർച്ചയാണ്. നബി തങ്ങൾക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരും, ആരോടും മിണ്ടുന്നില്ല. അവസാനം എല്ലാ സ്ഥലങ്ങളിലും ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾക്ക് സങ്കടമാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാ. നബി തങ്ങൾ മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ കയറി. എന്നിട്ട് പ്രവാചകം ചോദിക്കുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കുന്നു സഹാബ. നിങ്ങൾ എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് സഹാബ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്. എങ്കിലും നബി തങ്ങൾ പറയുകയാ, ലാകിൻ വല്ലാഹി ആഹിരി ഇല്ലാ ഖൈറാ. തന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ, എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ. അവൾ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ, അവൾ ഇന്ന് വരെ എന്റെ കൂടെ ജീവിച്ചവളാ. ഇന്ന് വരെ എന്റെ ആയിഷയുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല സഹാബ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും, നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്കറിയാ സഹാബ. എന്റെ ഭാര്യ നല്ലവളാ, എന്റെ ഭാര്യയാണ് എനിക്ക് വിശ്വാസമാ. പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ കുറിച്ച് ചോദിച്ചാ നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യ നല്ലവളാണ്, അവൾ അല്ലാഹുവിനെ പേടിയുള്ളവളാണ്, അവള് പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവളാണ്, അവള് നിസ്കരിക്കുന്നവളാണ്. പൊന്നുമക്കളെ, എന്റെ പൊന്നുമക്കളെ നല്ലതുപോലെ നോക്കുന്നവളാണ്. അവൾ ഒരിക്കലും എന്നെ വഞ്ചിക്കുന്നവളല്ല, അവൾ ഒരിക്കലും എന്നെ ചതിക്കുന്നവളല്ല. എന്റെ ഭാര്യ നല്ലവളാണ്. അങ്ങനെ നിന്നെ കുറിച്ച് നിന്റെ ഭർത്താവ് പറയണം പെണ്ണ്. അപ്പോഴാ നിനക്ക് സ്വർഗമുള്ളത്, അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയട്ടെ നല്ലവനാണെന്ന്. ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയണം നല്ലവനാണെന്ന്. നിന്റെ പൊരുത്തം നിന്റെ ഭർത്താവിന് വേണം. പെങ്ങളെ, നിന്റെ ഭർത്താവ് പറയണം നീ നല്ലവളാണെന്ന്. ആ മനുഷ്യന്റെ പൊരുത്തം നിനക്കുണ്ടാകണം. അപ്പോഴാ നിനക്ക് സ്വർഗമുള്ളത്, അപ്പോഴാണ് നിനക്ക് സ്വർഗമുള്ളത്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ. നിന്നെ ഭയന്ന് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ.